നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന നമ്മുടെ നാടിൻ്റെ തലസ്ഥാന നഗരി തിരുവനന്തപുരം കോർപ്പറേഷൻ, ആ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം, വികസനം, രാഷ്ട്രീയം എല്ലാം മാറ്റുരയ്ക്കുന്ന പൂജപ്പുരയിലെ പടക്കളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും പൂജപ്പുര പൗരാവലി വളരെ സജീവമായി നമ്മൾക്കൊപ്പം ഈ പടക്കളത്തിലേക്ക് പങ്കുചേർന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പടക്കളത്തിൽ നമ്മൾക്കൊപ്പം ചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. UDF-നെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് JS അഖിൽ, അതുപോലെ LDF-നെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. BJP NDA പ്രതിനിധീകരിച്ച് ഗോകുൽ ഗോപിനാഥ്. 3 മുന്നണി വക്താക്കളും അതുപോലെ തന്നെ പൂജപ്പുരയും തയ്യാറായിട്ടുണ്ട് പടക്കളത്തിലേക്ക്. ഞാൻ ആദ്യം സുരേഷിലേക്ക്. സുരേഷ്, നിങ്ങളാണ്, LDF ആണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്. അതേസമയം മാറാത്തത് മാറും എന്നാണ് BJP പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2020-ൽ മാറിയില്ല, 2025-ൽ മാറും എന്ന പ്രതീക്ഷ അവർ അവരുടെ പരസ്യവാചകങ്ങളിൽ വോട്ടഭ്യർത്ഥിക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്നു. അരുവിക്കരയിൽ തോറ്റെങ്കിലും മേയർ സ്ഥാനാർത്ഥിയായി ശബരിനാഥിനെ ഇറക്കി ഒരു പരീക്ഷണം കോൺഗ്രസും നടത്തുന്നു. എന്താണ് നിങ്ങളുടെ കൈമുതൽ? സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ വികസനവും ക്ഷേമവും നിലവിലെ രാഷ്ട്രീയവും അനുകൂലമാണ് എന്നാണോ ഇടതുമുന്നണി കരുതുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം? തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും സമീപകാലത്ത് ഏറ്റവും പാരമ്യതയിലെത്തി നിൽക്കുന്ന പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കലുകളും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. നമുക്കറിയാം, പെൻഷൻ 1600-ൽ നിന്നും 2000 രൂപയായി മുഴുവൻ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും എത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആശ, അംഗനവാടി പ്രവർത്തകർ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, പാചക തൊഴിലാളികൾ എന്നിവർക്ക് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ഓണറേറിയത്തിൽ നിന്നും 100 രൂപ വർദ്ധിപ്പിച്ചു നൽകി. അതിനോടൊപ്പം തന്നെ പാലിയേറ്റീവ് നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. CDS-കളുടെ പ്രവർത്തനങ്ങൾക്ക് 1000 രൂപ ഗ്രാൻറ്റായി അനുവദിച്ചു. PSC മുഖേന ഈ സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകിയ ഗവൺമെൻറ്. രാജ്യത്തെമ്പാടും തസ്തികകൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ ഏകദേശം 32,000-ത്തിലധികം തസ്തികകൾ ഒരു വർഷം സ്ഥാപിച്ചെടുത്ത് അവയിൽ ഉദ്യോഗാർത്ഥികളെ നിയമിച്ച ഗവൺമെൻറ്. ഇന്ത്യയിലാകമാനം PSC മുഖാന്തരം നിയമിക്കുന്ന നിയമനങ്ങളിൽ 80% കേരള PSC നിയമനത്തിലൂടെ നൽകി എന്നുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച റെക്കോർഡുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ടെക്നോ പാർക്ക്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചിൻ വാട്ടർ മെട്രോ, K-ഫോൺ 1 ലക്ഷം പേർക്ക് ഇതിനോടകം തന്നെ കണക്ഷൻ നൽകി. BPL-കാർക്ക് സൗജന്യ കണക്ഷൻ നൽകി. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മൃതിയടഞ്ഞ പദ്ധതികൾ നമുക്കറിയാം. ഗെയിൽ പൈപ്പ് ലൈൻ പുനരുജ്ജീവിപ്പിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനെ ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞത് ഗോകുലിൻ്റെ നേതാവാണ്, BJP-യുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ K സുരേന്ദ്രൻ. ദേശീയപാത വികസനം 7,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നും ചെലവഴിച്ച് ദേശീയപാത വികസനം ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇന്ന് കേരളത്തിൽ കേൾക്കാൻ പോലും ഇല്ലാത്ത ഒരു കാര്യമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ 5,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം കിഫ്ബിയെ പറ്റി പരസ്യമായി ഐക്യജനാധിപത്യ മുന്നണിയുടെയും BJP-യുടെ നേതാക്കന്മാരും ആക്ഷേപം ഉന്നയിക്കുമ്പോഴും തങ്ങളുടെ മണ്ഡലത്തിൽ, തങ്ങളുടെ പ്രദേശങ്ങളിൽ കിഫ്ബിയുടെ വികസനം ഇത്ര കോടി രൂപ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ പ്രതിപക്ഷ MLA-മാർ. ഈ രൂപത്തിൽ ചർച്ചകളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വികസനത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും കേരളത്തിൽ സംസ്ഥാന സർക്കാരിന് വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുറപ്പുള്ള BJP-യും കോൺഗ്രസും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം കള്ള ദുഷ്പ്രചാര വേലയാണ്. നിങ്ങൾ നോക്കൂ, ദുഷ്പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് കർണാടകത്തിൽ ഭൂമി ഇടപാടിൽ 500 കോടി രൂപ തട്ടിച്ചു എന്ന് കൃത്യമായി ഡോക്യുമെൻ്ററി എവിഡൻ്റ് അടക്കം തെളിയിക്കപ്പെട്ട ആളാണ്. സംഘടനാ സെക്രട്ടറി, ഇവരുടെ മുഖ്യ പ്രചാരകനായിട്ടുള്ള BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി 48 ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് കടമെടുത്ത് ആ ബാങ്കിനെ തീരെ ഏറ്റവും ദുഷ്കരമായ നിലയിലേക്ക്, കിട്ടാക്കടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇവിടെ നഗരത്തിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. തിരുമല അനിൽ, BJP-യുടെ ജനകീയ മുഖമായിട്ടുള്ള തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ആനന്ദ് K തമ്പി, ഈ 2 പേരുടെ, അത് ഞാൻ അതിൽ സന്തോഷിക്കുന്നതല്ല,
അവർ രണ്ടുപേർ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഹതഭാഗ്യരായിട്ടുള്ള രണ്ടുപേരുടെ ചോര ഉണങ്ങുന്നതിന് മുൻപെയാണ് നമ്മുടെ ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ശാലിനി എന്ന് പറയുന്ന സഹോദരി ആത്മഹത്യാ ശ്രമം നടത്തി. ഇങ്ങനെ ഈ നാട്ടിൽ BJPയും കോൺഗ്രസും നടത്തുന്ന കള്ളപ്രചാര വേലയ്ക്കപ്പുറത്തേക്ക് ഈ നാട് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ BJPയിലേക്ക് വരുമ്പോൾ 2020 തിരുവനന്തപുരത്ത് ഭരണം പിടിക്കും എന്ന വലിയ ആത്മവിശ്വാസം വന്നു. പക്ഷേ അന്നും മികച്ച മാർജിനോടുകൂടി LDF ഭരണം നിലനിർത്തി. ഇപ്പോൾ 2025 വരുമ്പോൾ ഇപ്പോൾ സുരേഷ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായ പ്രശ്നങ്ങൾ തിരുവനന്തപുരത്തെ BJPക്കകത്ത് തന്നെ, ആത്മഹത്യകൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, ലോൺ എടുത്തിട്ട് ലക്ഷങ്ങളുടെ കടം വരുത്തൽ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ 20 നിന്ന് നിങ്ങളുടെ പ്രതിച്ഛായയും നിങ്ങളുടെ പശ്ചാത്തലവും കുറെ കൂടി താഴേക്ക് പോവുകയല്ലേ ഗോകുൽ സംഭവിച്ചിട്ടുള്ളത്? ഈ ചർച്ച നടക്കുന്ന ദിവസം BJPക്കാരനായതുകൊണ്ട്, യുവമോർച്ചക്കാരനായതുകൊണ്ട്, സംഘപരിവാറുകാരനായതുകൊണ്ട് CPM കൊന്നു തള്ളിയ പ്രിയപ്പെട്ട KT ജയകൃഷ്ണൻ മാഷിൻ്റെ 27ാം ബലിദാന ദിനമാണ്. ആ കൊലപാതകങ്ങൾക്ക്, മനുഷ്യന് നേരെയുള്ള ഈ ആക്രമണങ്ങൾക്ക് ഇനി ഈ നഗരസഭയിൽ CPMനെ ഞങ്ങൾ BJP അനുവദിക്കില്ല എന്ന് തന്നെ ആദ്യമേ പറഞ്ഞു വയ്ക്കുകയാണ്. ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ മറ്റേ സിനിമയിൽ സന്ദേശത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ഈ നാട്ടിലൊക്കെ കഥ പറയുമ്പോൾ എന്തിനാ പോളണ്ടിനെ കുറിച്ച് ചോദിക്കുന്നത് പറയുന്ന പോലെയാണ്. ഈ തിരുവനന്തപുരത്ത് നമ്മുടെ അനന്തപത്മനാഭൻ്റെ ഈ മണ്ണിൽ, ഈ നഗരസഭയിൽ BJPക്ക് CPMനോട് ഡയറക്റ്റ് ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം, ഈ നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ മറുപടി പറയണം. തിരുവനന്തപുരം നഗരസഭയിൽ വീടുകളിൽ, സ്ഥാപനങ്ങളിൽ, മാളുകളിൽ, കല്യാണ മണ്ഡപങ്ങളിൽ എല്ലായിടത്തും കൂടി ഒരു ദിവസം കളക്ട് ചെയ്യുന്ന മാലിന്യത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് 450 ടൺ. ഈ 450 ടൺ മാലിന്യം കളക്ട് ചെയ്യാൻ വേണ്ടി ഈ നഗരസഭ CPMൻ്റെ ഏജൻസികൾക്ക് കൊടുക്കുന്നത് 1 കിലോയ്ക്ക് 7 രൂപ. ഒരു വർഷം 115 കോടി രൂപയാണ് മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ തിരുവനന്തപുരത്തെ CPMകാർ മോഷ്ടിച്ചും കട്ടും കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ ഇവർ നമ്മുടെ ആമേഴഞ്ചാൻ തോട്ടിലും നമ്മുടെ പാർവതി പുത്തനാറിലും നമ്മുടെ ജലസംഭരണികളിലും തള്ളുകയാണ്. എന്താ മാലിന്യം? RCCയിലെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് ബാക്കി വരുന്ന അവിടുത്തെ അവശിഷ്ടങ്ങൾ, നമ്മുടെ SATയിലും മെഡിക്കൽ കോളേജിലുമുള്ള ഈ പറയുന്ന ആശുപത്രി ഉപകരണങ്ങൾ, ഈ നാട്ടിലെ ഓരോ മനുഷ്യൻ്റെയും വീട്ടിൽ നിന്നെടുക്കുന്ന വീട്ടിലെ മാലിന്യങ്ങൾ, ഇതെല്ലാം മഴ വരുമ്പോൾ, വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മുടെ വീട്ടകങ്ങളിലേക്ക് ഒലിച്ചെത്തുന്നു. നമ്മളെ രോഗികളാക്കുന്നവരാണ് 41 വർഷം 45 വർഷം ഈ നഗരസഭ ഭരിക്കുന്നത്. ഇത് അനുവദിക്കില്ല എന്നാണ് BJPക്ക് പറയാനുള്ളത്. ശരി, പക്ഷേ അപ്പോഴും ഒരു കാര്യം, ഞാൻ അഖിലിലേക്ക് വരികയാണ്. ഗോകുൽ വളരെ സൗകര്യപൂർവ്വം അവർക്ക് നേരെ ഉയർന്നിട്ടുള്ള രാഷ്ട്രീയ ആത്മഹത്യകളുടെയും പ്രശ്നങ്ങളുടെയും ഭാഗത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല. അഖിൽ അരുവിക്കരയിൽ പരാജയപ്പെട്ട ശബരിനാഥനെ ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം കരകയറാവുന്ന ഒരു സംഘടനാ രാഷ്ട്രീയ അവസ്ഥയിലാണോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് നിൽക്കുന്നത്? അരുവിക്കരയിൽ വീണ്ടും ആ നിയമസഭാ മണ്ഡലം പിടിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ല എന്നുകൂടിയല്ലേ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്? അരുവിക്കരയിൽ പരാജയപ്പെട്ട ശബരിനാഥ് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ, ശബരിനാഥ് എന്ന് പറയുന്ന ആള് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മത്സരിക്കില്ലല്ലോ. അല്ലല്ല, ഞാൻ പറയാം, പരാജയപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം MLA ആയിരിക്കുന്ന ആളുകൾ MP ആയിട്ട് മത്സരിക്കാറുണ്ട്, MP ആയിട്ടുള്ള ആളുകൾ MLA ആയിട്ട് കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന ആളുകൾ നിയമസഭയിൽ മത്സരിക്കാറുണ്ട്. CPMൽ മത്സരിക്കുന്നുണ്ടല്ലോ, CPMൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ മത്സരം ശബരിനാഥ് ഒരു പ്രാവശ്യം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പോരായ്മയല്ല, രാഷ്ട്രീയപരമായി പോരായ്മയില്ല. അത് പലതരത്തിലുള്ള, നിങ്ങൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിച്ചു വന്നതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വേറെയുമുണ്ട്. അത് നമ്മൾ ഒരു പൊതു ചർച്ചയിൽ പറയേണ്ട കാര്യമില്ല. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തില്ല, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ടും മാത്രം ഇവിടെ കോൺഗ്രസിന് UDFന് സംഘടനാപരമായി കൂടുതൽ വരാനോ ഭരണം പിടിക്കാനോ കഴിയുന്ന അവസ്ഥയാണെന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള, വിദ്യാസമ്പന്നനായിട്ടുള്ള, വളരെ മികച്ച രീതിയിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് G. കാർത്തികേയന്റെ മകൻ എന്നുള്ള ലെഗസി വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ മകനെ തന്നെ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ഒരു ഉദ്യമം, ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തെ ഒരു ഉദ്യമമായി പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്.
അദ്ദേഹത്തിൻ്റെ ദൗത്യം ഈ പ്രദേശത്തെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അവരുടെ ഭാഗമായി അവരെ കേൾക്കുവാനും ചെറുപ്പക്കാർക്ക് വേണ്ടി അവരുടെ വിഷയങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ആ തരത്തിലാണ്. കാരണം നമ്മൾ കണ്ടതാ തൊട്ട് മുമ്പ് മേയറായി ഇരുന്ന ആളുകളെ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. എവിടെയൊക്കെയോ സംഘടനാപരമായി പിൻസീറ്റ് ഡ്രൈവിംഗ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയെന്ന ആരോപണം കേരളത്തിൽ ആർക്കും തന്നെ ഇല്ലാതെയില്ല. എല്ലാവർക്കും ഉള്ള ആരോപണമാണ്. കാരണം അതിനേക്കാൾ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ വെൽ നോൺഡ് ആയിട്ടുള്ള ഇപ്പൊ ടാറ്റ കൺസൾട്ടൻസിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള MLA ആയി പാരമ്പര്യമുള്ള MLA അദ്ദേഹത്തിന് നിയമസഭാ കാര്യങ്ങൾ അറിയാവുന്ന ഇപ്പൊ അദ്ദേഹം നിയമ വിദ്യാഭ്യാസം കഴിഞ്ഞു. അപ്പൊ അത്തരത്തിൽ നിയമബോധ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ അവതരിപ്പിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഉദ്യമമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ 100% ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ. കാരണം ഈ നാട്ടിൽ എന്താണ് ഞങ്ങൾ നേരിടുന്ന പ്രശ്നം, ജനങ്ങൾ നേരിടുന്ന പ്രശ്നം? കഴിഞ്ഞ 45 വർഷക്കാലമായി ഈ തിരുവനന്തപുരം നഗരസഭയെ ഇപ്പൊ വികസിപ്പിക്കാം, നാളെ വികസിപ്പിക്കാം, ഇന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം, നാളെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഇവിടുത്തെ തെരുവ് നായ ശല്യം എപ്പോഴേ ഞങ്ങൾ തീർത്തു തരാം, ഈ പറയുന്ന കുടിവെള്ള പ്രശ്നം ഞങ്ങൾ തീർത്തു തരാം, ഈ പറയുന്ന മാലിന്യ പ്രശ്നം പ്രോപ്പറായി പരിഹാരം ഉണ്ടാക്കാം, ഈ പറയുന്ന ഓടകളുടെ പ്രശ്നം ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന നഗരസഭ ഭരിക്കുന്നത് 45 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇവിടെ മുഖ്യ പ്രതിപക്ഷമായി നിങ്ങൾ തന്നെ അവതരിപ്പിച്ച ഇപ്പോൾ ഇവിടെ ഉള്ള BJP ഉണ്ട്. BJP കഴിഞ്ഞ 5 വർഷക്കാലമായി ഏത് തരത്തിലാണ് ഒരു പ്രകസന സമരമല്ലാതെ ഈ പറയുന്ന ആത്മാർത്ഥമായ ഒരു സമരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ BJP നടത്തിയിട്ടില്ല എന്ന ആരോപണം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, പിൻവാതിൽ നിയമനത്തിനകത്ത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ PSC നിയമനത്തെക്കാൾ അപ്പുറത്തേക്ക് പിൻവാതിൽ നിയമനത്തിന് റെക്കോർഡിട്ട സർക്കാരാണ് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ. തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയാണ് മേയർ എന്ത് പറഞ്ഞിട്ട്, സഖാവേ കുറച്ച് സഖാക്കന്മാരുടെ ലിസ്റ്റ് അങ്ങ് തരണം, ഞങ്ങൾക്കിവിടെ നിയമനം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ കയ്യിൽ നിന്ന് കത്ത് മേടിച്ച ആളുകളാണ് ഈ പറയുന്നത് പിൻവാതിൽ നിയമനമല്ല, ഞങ്ങൾ നിയമനമാണ് നടത്തിയെന്ന്. കേരളത്തിലെ ചെറുപ്പക്കാരെ ഒന്ന് പരിശോധിക്കൂ. ഒരു കാര്യം കേരളത്തിലെ ചെറുപ്പക്കാരൊന്ന് പരിശോധിക്കും. ഇപ്പോൾ വോട്ടെടുപ്പിന്റെ സമയമാണല്ലോ. എൻ്റെ മുന്നിലിരിക്കുന്ന എത്രയോ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. നമ്മൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ എന്താ, കുട്ടികളില്ല, ചെറുപ്പക്കാരില്ല. വീടുകളിലെല്ലാം പ്രായമുള്ള അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. എല്ലാവരും ലണ്ടനിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമാണ്. കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തൊഴിൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങളൊക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ പോവുകയാണ്. എന്താ കാര്യം? ഇവിടെ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ PSC ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിയമനം നടത്തുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഏതെങ്കിലും SFI-കാരനല്ലാതെ നമുക്കാർക്കും നിയമനം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി എന്നുള്ളത് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ ഇന്ത്യക്കാർ ഒരുപാട് കുട്ടികൾ പുതിയ ജനറേഷൻ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ബ്രെയിനെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ തൊഴിൽ സാധ്യതകൾ നമ്മൾ പുതിയ തൊഴിൽ സാധ്യതകൾ കൊടുക്കാനുള്ള അവസരം എത്രമാത്രം അവർക്ക് നമ്മൾ നൽകുന്നുണ്ടെന്ന് പരിശോധിക്കാം. സുരേഷ്, താങ്കൾക്ക് അടക്കം ഉള്ള ചില മറുപടികൾ ഉണ്ടാകാം, വിശദീകരണങ്ങൾ ഉണ്ടാകാം. ഒന്ന് വരാം, ഇവരുടെ കൂടി എടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന മറുപടി. അതാണ് BJPയുടെ പ്രതിനിധിയിൽ നിന്നുണ്ടായത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ LDF ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പറഞ്ഞതുപോലെ വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. BJPക്ക് എന്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ മുൻപിലേക്ക് പോകാൻ കഴിയുന്നത്? എന്താണ് വികസന കാഴ്ചപ്പാട്? അടുത്ത ചോദ്യങ്ങൾ. ഇപ്പോൾ ഇവിടെ 2015 തൊട്ട് 25 വരെ ഈ വാർഡ് BJPയുടെ ഒരു വാർഡാണ്. UDFിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ വിജയിക്കും. മാറും. അതെ, LDFിൻ്റെ പ്രതിനിധി പറഞ്ഞു. ആദ്യം പറഞ്ഞത് അങ്ങ് പറഞ്ഞത് പെൻഷനാണ് 400 രൂപ കൂട്ടി. ശരിയാണ്, കൂട്ടി. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര പ്രാവശ്യം ഇലക്ട്രിസിറ്റി കൂട്ടി? 6 പ്രാവശ്യം വാട്ടറിൻ്റെ ചാർജ് കൂട്ടി. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയെല്ലാം മട്ടിമറിച്ചില്ലേ? ആരോഗ്യമേഖല, ഒരു കട്ടിലിൽ 3 പേരും അതിൻ്റെ അടിയിൽ 2 പേരും 5 പേര് കിടക്കുന്ന മെഡിക്കൽ കോളേജ്. ഇതാക്കാലമാണോ? ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ നിലവിലുള്ള 100 വാർഡുകളിൽ 2 വാർഡുകൾ തികച്ചും അനാഥമാണ്. ഒന്ന്, തിരുമല അനിലിൻ്റെ മരണത്തെ തുടർന്ന് BJPയുടെ നേതാവ് തിരുമല അനിലിൻ്റെ ആത്മഹത്യയെ തുടർന്ന് തിരുമല വാർഡ് അനാഥമാണ്. അതേപോലെ പൂജപ്പുര വാർഡും കൗൺസിലർ ഉണ്ടെങ്കിൽ
രാജേഷ് കൗൺസിലർ ഉണ്ടെങ്കിൽ തന്നെയും അതും അനാഥമാണ്. ഒരു കഴക്കൂട്ടം വാർഡ് അനാഥമാണ്, നന്തൻകോട് വാർഡ് അനാഥമാണ്. അവിടുത്തെ കഴക്കൂട്ടത്തെ കൗൺസിലർ ഈ പറയുന്ന പോലെ CPM കൗൺസിലർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. നന്തൻകോട് കൗൺസിലർ വിദേശത്താണ്. ഇത് രണ്ട് ഇടതുപക്ഷത്തിന്റെയാണ്. നാല് കൗൺസിലർമാർ എന്റെ ചോദ്യം BJPയുടെ അടുത്താണ്, പക്ഷേ കൊണ്ടത് കോൺഗ്രസിനാണെന്നുള്ളത് ഇവിടെയുള്ളവർക്ക് മനസ്സിലായി കാണും. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നഗരസഭ പൂജപ്പുരയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കേണ്ട നഗരസഭയിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്രയാണ്, എത്ര അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ളതാണ് BJP എടുത്തത്. ഇനി കോൺഗ്രസിൻ്റെ അടുത്ത് ഒന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇവിടെ നടക്കുന്നതെല്ലാം അനധികൃത പുറംവാതിൽ നിയമനമാണെന്ന്. നമ്മുടെ വയനാട് DCC ട്രഷറർ ആത്മഹത്യ ചെയ്തത് ഏത് പുറംവാതിൽ നിയമനത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞേക്കൊള്ളാം. വയനാട്ടിലെ കോഴയാണ് പൂജപ്പുര നഗരം ഇത്രയും ഈ സരസ്വതി മണ്ഡപത്തിൻ്റെ വലിയ ക്ഷേത്രയും ഉത്സവവും നടക്കുന്ന ഈ റോഡുകൾ വികസനത്തിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ വഴുതക്കാട് പൂജപ്പുര റോഡ്, കരമന വെള്ളാട് റോഡ്, ഈ രണ്ട് റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ പ്രതിനിധികൾ എന്ത് ചെയ്തു എന്നുള്ളത് പറഞ്ഞാൽ കൊള്ളാം. ശരി, അപ്പോൾ ഇതുപോലെ ഉള്ള അടിസ്ഥാന വികസനങ്ങളിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് നോക്കണം. ഒരാളുകൂടി, അത് കഴിഞ്ഞ് ഇവരുടെ അവസരം അടുത്ത റൗണ്ടിലേക്ക് എന്നിട്ട് വരാം. ഇവിടെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിന് മോഡി സർക്കാർ നീതി ആയോഗിൻ്റെ അവാർഡ് കൊടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. നിങ്ങൾ മാലിന്യം വലിച്ചെറിയുന്നു പറഞ്ഞു. തിരുവനന്തപുരം നഗരം ശുദ്ധമാണ്. ശുദ്ധജലം, ശുദ്ധസ്ഥലം, ശുദ്ധവായു. ഇല്ലേ? നിങ്ങൾക്ക് ശുദ്ധവായു കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്ത് വരണം. ഡൽഹിയിൽ ശുദ്ധവായു ഉണ്ടോ? മോഡി ഭരിക്കുന്നത് BJP ഭരിക്കുന്ന കോർപ്പറേഷനിൽ ശുദ്ധവായു ഉണ്ടോ? വായു ക്വാളിറ്റി ഇൻഡെക്സിൽ തിരുവനന്തപുരം നമ്പർ 1 ലോകത്തിൽ തന്നെ. ഐക്യരാഷ്ട്രസഭ ഷാങ്ഹായിൽ വെച്ച് ഹാബിറ്റാറ്റ് അവാർഡ് കൊടുത്ത് ആദരിച്ചത് ഇന്ത്യയിലെ തിരുവനന്തപുരം നഗരത്തിനാണ്. ലോകത്താകെ 5 നഗരത്തിനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ അവിടെ വിളിച്ചു UN ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം അല്ല, ഇന്ത്യ തിരുവനന്തപുരം. തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനമാണ് തിരുവനന്തപുരം നഗരസഭ. എല്ലാ കാര്യങ്ങളിലും തിരുവനന്തപുരം ഒന്നാമതാണ്. തിരുവനന്തപുരത്തിന്റെ പ്രശ്നം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമെങ്കിൽ പറ. ശരി, ഗോകുൽ എന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഗോകുലിന്റെ അവസരം വന്നപ്പോൾ ഗോകുൽ ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഡിസംബർ 1 പ്രത്യേകതയെ സംബന്ധിച്ചാണ്. ശ്രീ KT ജയകൃഷ്ണൻ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് പറഞ്ഞു. KT ജയകൃഷ്ണന് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും അവിടെ എല്ലാ ആളുകളെയും പോലെ സുഖസൗകര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുമായിരുന്നു. KV സുധീഷ് എന്ന് പറയുന്നത് അല്ലല്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത്. KV സുധീഷിനെ കൊലപ്പെടുത്തിയതാണെന്നറിയാവോ? KV സുധീഷിനെ 56 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കിയതാണെന്നറിയാവോ? രാഷ്ട്രീയ കൊലപാതകത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ കണക്കുകൾ വരും. അതല്ല വേണ്ടത്. നിങ്ങൾക്ക് പറയാം, കോർപ്പറേഷന്റെ വികസനത്തിനുള്ള അംഗീകാരമാണ് അഖില്. നിങ്ങൾ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് കോർപ്പറേഷൻ ഭരിച്ചിരുന്നു. ഇപ്പോൾ 10ലേക്ക് നിങ്ങൾ ചുരുങ്ങിയിട്ടുണ്ട് എങ്കിൽ കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന വികസനത്തിന് ഈ ജനം നൽകുന്ന അംഗീകാരമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു കാര്യം, അനധികൃത നിയമനത്തെക്കുറിച്ച്, പിൻവാതിൽ നിയമനത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ അതിനുള്ള മറുപടി പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, NM വിജയൻ വയനാട് DCCയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ മകൻ ജിജേഷിന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കാര്യം എന്തിനാണ്? IC ബാലകൃഷ്ണൻ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവാതിൽ നിയമനം നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകനെ കൊലപ്പെടുത്തി മരണം വരിക്കേണ്ടതായി വന്നത്. ഇങ്ങനെ ഒരു കൈയില്ലാതെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ നഖമില്ലാത്തവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഗോകുൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗിൻ്റെ 5ലധികം അവാർഡുകൾ ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങിയത്. വസ്തുതകളെ പച്ചക്കള്ളമാക്കി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കരുത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ 2024 അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന്, ഡിജിറ്റൽ ഇന്ത്യയ്ക്കും അതുപോലെ തന്നെ മാലിന്യ ശേഖരണത്തിൻ്റെയും 2023 അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന്. കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഞാനിത് പറഞ്ഞത്.
ഈ സിറ്റിസൺ സർവീസിൻ്റെ 1ാം സ്ഥാനം അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന്. അമൃത് പദ്ധതി മികച്ച പ്രകടനം, അതിനായി 10 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷന്. നീതി ആയോഗ് മാലിന്യ സംസ്കരണ അവാർഡ്, ദാരിദ്ര്യമുക്തത്തിനും ഉള്ള അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന്. ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന്. നീതി ആയോഗ് നൽകിയ അവാർഡ് അല്ല എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് ഈ ജനത്തോട് സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ അവാർഡ് ഏറ്റുവാങ്ങിയത് ആരാധ്യായ മേയറാണ്, നൽകിയത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കിട്ടിയ 25 അവാർഡുകളിൽ 5 എണ്ണത്തിന്റെ പേരാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും അടക്കം വികസനത്തിൽ കേരളം മാതൃകാപരമായി പോകുമ്പോൾ ബിജെപിക്ക് എന്ത് കാഴ്ചപ്പാടുണ്ടെന്നാണ് ചോദ്യം. കോർപ്പറേഷന് കിട്ടിയ അവാർഡാണ്. ബിജെപിയുടെ വികസന കാഴ്ചപ്പാട് എന്താണ് തിരുവനന്തപുരത്ത്? ക്ഷേമ പെൻഷൻ 2000-ൽ നിൽക്കുന്ന നാട്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം രാജ്യത്ത് നടപ്പാക്കിയ നാട്, അങ്ങനെ നിൽക്കുന്ന രാജ്യത്തെ സംസ്ഥാനമായ കേരളത്തിൽ നിങ്ങൾക്ക് എന്ത് വികസന കാഴ്ചപ്പാട്? വോട്ടർമാർ ചോദിച്ചത് കേട്ടല്ലോ. ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാഴ്ചപ്പാടല്ല. വികസന പ്രഖ്യാപനം നടത്താൻ 45 ദിവസങ്ങൾ നിങ്ങൾ കയ്യിലെണ്ണിക്കോ. 45 ദിവസങ്ങൾ കഴിയുമ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്തിന്റെ BJP മേയറുടെ ഇടങ്കൈയും പിടിച്ച് ഈ പുത്തരിക്കണ്ട മൈതാനത്ത് പ്രസംഗിക്കും. അപ്പൊ പറയാം എന്താണ് വികസനമെന്ന്. അപ്പൊ പറയാം എന്താണ് യഥാർത്ഥ വികസനമെന്ന്. മോദി വരുമെന്നാണ് സുരേഷേ. അഖിലേ, മോദി പറയും. മോദിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് രാഹുൽ ഗാന്ധിക്ക് എന്താ കാര്യം ചോദിച്ചാൽ മനസ്സിലാവും. മോദിക്ക് കാര്യമുണ്ടെന്ന്. രാഹുൽ ഗാന്ധിക്ക് കാര്യം കാണില്ല. പറഞ്ഞോട്ടെ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇതേ വാചകം ഒന്ന് ഗൂഗിൾ പ്രോംപ്റ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അതിന് ആ ഗൗരവത്തിൽ കണ്ടാൽ മതി. 1 ലക്ഷം രൂപ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ ഓഡിറ്റോറിയം കേന്ദ്ര സർക്കാർ കൊടുത്ത അവാർഡിനെ നീതി ആയോഗിന്റെ അവാർഡ് കേന്ദ്രമന്ത്രിക്ക് കക്കൂലി കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് കിട്ടിയതെങ്കിൽ അത് അങ്ങനെ പറയണം. നീതി ആയോഗിന്റെ അവാർഡ് പറഞ്ഞില്ലേ? ശരി അഖിൽ, ഓഫീസിൽ പോകണം. ഈ ദേശീയ അവാർഡുകളൊക്കെ വലിയ വാർത്തകളായി വന്നതാണ്. അഖിൽ പറഞ്ഞിട്ട് ഇവരിലേക്ക് പോകാം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റവും ഒടുവിൽ പോയി അവാർഡ് വാങ്ങി അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. പക്ഷേ അവാർഡിനെ പറ്റി ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഒരു മലയാളി അസോസിയേഷന്റെ പേരിൽ അവർ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹാളിൽ നടത്തിയ സമ്മേളനത്തിൽ അവർ തന്നെ കൊടുത്ത അവാർഡ് വാങ്ങിയിട്ടാണ് നമ്മുടെ മേയർ പറയുന്നത് ഏറ്റവും മികച്ച അവാർഡ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അത് ബ്രിട്ടീഷ് പാർലമെന്റ്. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ CPM ഒരു സുഹൃത്ത് പറഞ്ഞു BJP പറഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസിന് നൊന്നു. എനിക്ക് ആകെ വേദന എടുത്ത ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ ഇവിടുത്തെ മന്ത്രിയാണ്. ആ ശിവൻകുട്ടി സഖാവിനെ ആകെ ഞങ്ങൾ ആരും ഇതുവരെ അദ്ദേഹത്തെ സംഘിക്കുട്ടി എന്നൊന്നും വിളിച്ചിട്ടില്ല. ആകെ വിളിച്ചത് ASFന്റെ ഭാരവാഹികൾ. എന്നിട്ട് അവരുടെ കടകശിപ്പെടുന്ന CPMന്റെ സംഘടനപ്പെടുന്ന ആളാണ്. അവരെ സംഘിക്കുട്ടി. ഞങ്ങൾക്ക് എന്നെ വിഷമമുണ്ടായി. സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് പ്രയാസമുണ്ടായി. അദ്ദേഹത്തെ സംഘിക്കുട്ടി എന്തിനാ വിളിച്ചത്? PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പോയി. ഒരാൾക്കൊരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു സമയത്ത് സംസാരിക്കേണ്ടി വരും. അല്ലല്ല ശിവൻകുട്ടി സഖാവ് ഈ പറയുന്നതിൽ അക്കൗണ്ട് പൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ കെ മുരളീധരനും ഉണ്ട് പങ്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ DYFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന SC/ST ഫണ്ട് തട്ടിപ്പ്. അഴിമതിയാണ് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം കോവിഡ് സമയത്ത് ഇവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ
നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ പൊറോട്ടയും ചിക്കനും എഴുതി കണക്കെടുത്ത ആളുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ. നടക്കാത്ത ഒരു ജൽപ്പനമല്ല, ഒരു ജൽപ്പനമല്ല, ഒരു ജൽപ്പനമല്ല. എന്നിട്ട് നിങ്ങൾ സ്ഥാപിച്ചെടുക്കാനായോ എൻ്റെ അഖിലേ? അതാണ് ഈ ചോദ്യം. ഒരു ജൽപ്പനമല്ല. 50-ൽ നിന്ന് 40-ആയി, 40-ൽ നിന്ന് 30-ആയി, 30-ൽ നിന്ന് 10-ആയി കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറിയത്. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് പ്രവർത്തനങ്ങളാണ് ആരോടാണ് ചോദ്യം? അതാണ് ഞാൻ ചോദിക്കുന്നത് 3 പേരോടും. ഇതിൽ ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്. എന്താണ് വേഗത്തിൽ ഇവിടെ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം, അത് തന്നെയാണ് കാര്യം. അത് നിങ്ങളുടെ നേതാവ്. അപ്പൊ നിങ്ങൾ അവരെ കേൾക്കാത്ത നിങ്ങൾ ഞങ്ങളുടെ ജനങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ കേൾക്കും? അല്ല മറുപടി പറയാം. പിന്നെ എന്താ, ഒരു സംശയമില്ല, പറയട്ടെ, ഞാൻ മറുപടി പറയട്ടെ. അല്ല ഞാൻ മാങ്കൂട്ട ഒരു കുഴപ്പമില്ല. മാങ്കൂട്ടം എന്താ പ്രശ്നം? കോൺഗ്രസ് സസ്പെൻഡ് അതിനകത്തൊരു പ്രയാസമില്ലെന്നേ. എന്താ മാങ്കൂട്ടത്തെ കോൺഗ്രസ്, നിങ്ങളെ ഒരു ഡസൻ കോഴി ഫാം നടത്തുന്ന ആളുകളാണ് മാങ്കൂട്ടത്തെ പറയുന്നത്. മാങ്കൂട്ടത്തെ സസ്പെൻഡ്, മാങ്കൂട്ടത്തെ അപ്പോഴേ സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ എല്ലാ വീട്ടിലും കയറി വയസ്സായ ആൾക്കാർ മാത്രം ചെറുപ്പക്കാർക്ക് വിദേശത്ത് പോയെന്ന്. ഒരു ചോദ്യം ചോദിച്ചോ, നിങ്ങൾ എല്ലാ വീട്ടിലും പോകുമ്പോൾ വയസ്സായ ആൾക്കാരെ കാണുന്നു. ഈ വയസ്സായ ആൾക്കാരെ കണ്ണില്ല തിളക്കും പുഞ്ചിരും കണ്ടിട്ടുണ്ടോ? ഈ സർക്കാർ കൊടുത്ത ക്ഷേമ പെൻഷൻ തിളക്കമാണ് കണ്ടത്. അത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അത് കാണണം, അതാവണം. എനിക്ക് ചോദിക്കാനുള്ള കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. മറുപടിയൊക്കെ പറയാം. കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. വയസ്സായ ആളുകൾ തിളക്കോല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഖിൽ, അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? കാരണം തെരഞ്ഞെടുപ്പിലെ വിഷയമല്ലേ? നിങ്ങൾക്ക് പ്രതിബന്ധമാണോ? തെരഞ്ഞെടുപ്പിന്റെ മറുപടിയാ പറയണ്ടേ? ചേട്ടാ, നിങ്ങളോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഓപ്പണിംഗ് പറഞ്ഞത് കവടിയാർ വാർഡിൽ നിങ്ങൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ടെന്നാണ്. സ്വന്തം അച്ഛൻ മരിച്ചൊരു മണ്ഡലമാണ്. അവിടെ നിങ്ങളുടെ തന്നെ കോൺഗ്രസിൽ ചാണ്ടി ഉമ്മൻ ഉണ്ടല്ലോ. ചാണ്ടി ഉമ്മൻ എന്തേ ഇനി ഒരു ഇലക്ഷനൂടെ എന്നാ തോറ്റുവോ? തോക്കത്തില്ലല്ലോ. അങ്ങനെ തോറ്റിട്ടുണ്ടെങ്കിൽ അത് കഴിവുകേടാണ്. അവിടെ ഒരൊറ്റ റോഡ് ടാർ ചെയ്തിട്ടില്ലായിരുന്നു ആ സമയത്തൊന്നും. ഒരു വകയും ചെയ്യാതെ തോക്കുക, അതിനുശേഷം ഇവിടെ വന്ന് നിന്നിട്ട് അവിടുത്തെ BJP സ്ഥാനാർത്ഥി വികസനം അല്ലാതെ തോറ്റോടി വന്നതല്ല. അവിടെ വനിതാപക്ഷം അല്ല, നമുക്ക് കാണാം. അടുത്തിന് അതല്ല, CPM-ന്റെ പ്രതിയോട് ചോദിക്കാനുണ്ട്. ആര്യ രാജേന്ദ്രന്റെ വാർഡിലെ ഒരു വീടിന്റെ അവസ്ഥയാണ്. അതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരു മേയറുള്ള ഭരണകൂടം ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഈ ചർച്ച നടത്തുന്നത് പൂജപ്പുര വാർഡിൽ നിന്നുകൊണ്ടാണ്. ആര്യ രാജേന്ദ്രന്റെ വാർഡിനെ സംബന്ധിച്ചും മറ്റു വാർഡുകളെ സംബന്ധിച്ച് നിങ്ങൾ പറയുമ്പോൾ പൂജപ്പുര വാർഡിനെ സംബന്ധിച്ച് അതെ പൂജപ്പുര വാർഡിനെ സംബന്ധിച്ച് 5 വർഷം കൗൺസിലർ ഉണ്ടായിരുന്നു. ഇവിടെ 5 വർഷം ഈ വാർഡിൽ അതിലടക്കം പൂജപ്പുര വാർഡിൽ കൗൺസിലർ ഉണ്ടായിരുന്നോ? പൂജപ്പുര വാർഡിൽ കൗൺസിലർ ഉണ്ടായിരുന്നോ കഴിഞ്ഞ 5 വർഷം? 5 വർഷം കടന്നു കളഞ്ഞ പൂജപ്പുര വാർഡിലെ കൗൺസിലർ എവിടെ? പൂജപ്പുര വാർഡിലെ കൗൺസിലർ എവിടെ? നിങ്ങൾ കാണിച്ച ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി പൂജപ്പുര വാർഡിലെ ഞങ്ങൾ കണ്ടിട്ടില്ല. 5 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ച നിങ്ങൾ മേയറെ വാർഡ് പോളേക്കാളും നിങ്ങൾ ഈ മണ്ണിൽ ചവിട്ടുക. ഇവിടുത്തെ കൗൺസിലർ കാണിച്ചത് അയാൾ എവിടെ പോയി? അദ്ദേഹം എവിടെ പോയി? മഞ്ജൂരി നിൽക്കാത്തത് പ്രിയപ്പെട്ട അനിച്ചേട്ടൻ പൂജപ്പുര വാർഡിന്റെ കൗൺസിലർ VV രാജനെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഒരു ഫോട്ടോ തരാം. കൗൺസിലർ ഗോകുൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് ജയിച്ചു വരാം എന്നൊക്കെ പറയുമ്പോഴും പ്രതികൂല ഘടകങ്ങൾ നിരവധിയാണ് എന്നതിൻ്റെ പ്രശ്നം. ഞാൻ ക്ഷേമത്തെക്കുറിച്ച് ചോദിച്ചു, അതിദാരിദ്ര്യമില്ലാത്ത കേരളത്തെക്കുറിച്ച് പറഞ്ഞു, ലൈഫ് മിഷനിലൂടെ വീടുകൾ വരുന്ന കേരളം എന്ന മാറ്റമുണ്ട്. ഈ 10 വർഷത്തിൻ്റെ ഒരു വലിയ ആനുകൂല്യം LDF തിരുവനന്തപുരത്തും അവരുടെ വിജയത്തിൻ്റെ ഘടകമായി കാണുകയാണ്. അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ ലോക കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് പറയട്ടെ. ഇവിടെ നമ്മുടെ വീട്ടിലെ ഓരോ മനുഷ്യരുടെയും അവരുടെ ഹൃദയത്തിൽ തൊടുന്ന വികസനം ഉണ്ടായോ? തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഗോകുൽ ചെറുപ്പക്കാരനല്ലേ? രാജ്യത്ത് എവിടെയാണ് 2000 രൂപ പെൻഷൻ ഉള്ളത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടോ ഗോകുലെ? ഞാൻ പറയട്ടെ, 250 ഈ ടോയ്ലറ്റുകൾ 25 കോടി മുടക്കി ഉണ്ടാക്കി. എവിടെയെങ്കിലും എൻ്റെ അമ്മമാരവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ടല്ലോ,
എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പാർട്ടി ഇല്ലാത്തവരുണ്ട്. ഈ തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന മൂക്ക് പൊത്താത്ത ഒരു ഈ ടോയ്ലറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 25 കോടി രൂപയാണ്. റോഡിൽ കൂടെ പട്ടി നമ്മൾ നായ പോകുന്ന കാണാം. ചെവിയിലെല്ലാം വി ഷേപ്പിൽ കട്ടിങ് ഉണ്ടാവും. പക്ഷേ ഈ നായ തലമുറയോളം പെറ്റുകൂട്ടുകയാണ്. വന്ധ്യം കരിച്ചിട്ടും ചെവി വെട്ടിയെടുത്തിട്ടും നായ വന്ധ്യം കരിക്കുന്ന അത്ഭുതം നടത്തുന്ന ഒരു സംഘമാണ് തിരുവനന്തപുരം നഗരസഭയിലെ വീട്ടുകാരും. KMCSU ഉണ്ട്, CPM സംഘടനയായ കേരള മുനിസിപ്പൽ സ്റ്റാഫ് യൂണിയന്റെ നേതാവ് ശാന്തി 38 ലക്ഷം രൂപ വീട്ടുകാരൻ തട്ടിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. തിരുമല അനിൽ മരിച്ചതിനെ കുറിച്ച്, ആനന്ദിന്റെ മരണത്തെ കുറിച്ച് ചോദ്യങ്ങൾ അടക്കം വന്നിട്ടും ഗോകുൽ അതിൽ പരാമർശിച്ചിട്ടേ ഇല്ല എന്നതുകൂടിയുണ്ട്. SC/ST ഫണ്ട് തട്ടിച്ചു. തിരുവനന്തപുരം നഗരസഭ കൊന്ന് കെട്ടിത്തൂക്കുന്ന സാഹചര്യമാണ് ഈ നാട്ടിലുണ്ടാകുന്നത്. ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുകയാണ്. അഖിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. എന്തോ വലിയ അഴിമതിയും മറ്റു കാര്യങ്ങളും നടക്കുന്നു എന്നുള്ള നിലയിലാണ് അഖിൽ പറഞ്ഞത്. വയനാട് ചൂരൽമല ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടൊരു കള്ളക്കഥ, ഒരുപക്ഷെ RSSകാർ പോലും പറയാൻ മടിക്കുന്നൊരു കള്ളക്കഥയാണ് അഖിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി വന്നു നിന്ന് സൂചിപ്പിച്ചത്. എനിക്ക് അഖിലിനോട് പറയാനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ. വയനാട് ചൂരൽമല ഒരു വലിയ പ്രകൃതിക്ഷോഭത്തിൽ ഇരയായിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞ് പണം പിരിച്ച രാഹുൽ മാങ്കൂട്ടം ആ പണം എന്തിനൊക്കെ വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി അഖില് മറുപടി പറഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പ് മറുപടി പറയേണ്ടതായി വരും. അത് അഖില് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാമത്തെ കാര്യം, കൗൺസിലർമാരുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട സേവന പ്രവർത്തനമാണ് എങ്കിൽ പൂജപ്പുരയിലെ കൗൺസിലർ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഇല്ലാതിരുന്നു എന്നുള്ളത് ഗോകുലടക്കമുള്ള ആളുകൾ തുറന്ന് സമ്മതിക്കേണ്ടി വരും. കൊന്ന് കെട്ടിത്തൂക്കിയതിനെ സംബന്ധിച്ച് എൻ്റെ മൃതദേഹം പോലും ഇന്ന പാർട്ടി പ്രവർത്തകരെ കാണിക്കരുത്. ഞാൻ പാർട്ടിയെ പറയാത്തത് എൻ്റെ ഒരു മാന്യത കൊണ്ടാണ്, രാഷ്ട്രീയ മാന്യത കൊണ്ടാണ്. ഇന്ന പാർട്ടി പ്രവർത്തകരെ കാണിക്കരുത് എന്ന് തൻ്റെ ബന്ധുക്കളോട്, ഉറ്റമിത്രങ്ങളോട്, സഹധർമ്മിണിയോട് യാചിച്ചപേക്ഷിച്ച നേതാവിൻ്റെ ഗതികേട് ഞങ്ങൾക്ക് വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ ഉറപ്പുണ്ട്. സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായി ഈ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾ എനിക്ക് തിരുമല അനിലിൻ്റെ വഴിയെ എൻ്റെ ജീവൻ വെടിയേണ്ടി വരുമെന്ന് കത്തെഴുതി വെച്ചപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലായിരുന്നു. എന്നിട്ട് തലയിൽ മുണ്ടിട്ട് അയാളുടെ വീട്ടിലേക്ക്, തിരുമല MS കുമാറിൻ്റെ വീട്ടിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോയിരിക്കുകയാണ്. എന്ത് വിരോധാഭാസമാണ്, എന്ത് നാണക്കേടാണ്, എന്ത് മൂല്യക്കെതിരാണ് നിങ്ങൾ മൂല്യച്യുതിയാണ് ഇവിടെ നമുക്ക്. തെരുവ് നായ്ക്കളെ സംബന്ധിച്ച്, മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ഇവിടെ വാദോരാതെ സംസാരിച്ചു. നമ്മൾ കൊടുക്കുന്ന എല്ലാ കേസും സുപ്രീം കോടതിയിൽ അറിയാമോ? ഇവരുടെ നേതാവായിട്ടുള്ള മേനകാ ഗാന്ധിയാണ്. ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന RSS BJP നയം നിങ്ങൾ തെരുവ് നായ്ക്കളുടെ കാര്യത്തിലും മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ കാര്യത്തിലും തിരുത്താൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ വേദിയിൽ തെരുവ് നായ്ക്കളുടെ കേസ് കൊടുത്തിരിക്കുന്ന ആരാണ്? തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്ത് അത് തന്നെയാണ്. അതാണ് ABC പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്തത്. മേനകാ ഗാന്ധിയുടെ പെറ്റീഷൻ തന്നെയാണ് കാരണം. രാജ്യത്താകെ സുപ്രീം കോടതി നിങ്ങൾ എല്ലാ ആക്ഷേപങ്ങളും ഉന്നയിച്ചാലും മുണ്ടക്കൈ ചൂരൽമലയിൽ നിങ്ങൾ ഓഫർ ചെയ്ത വീടുകൾ, അതിന്റെ ഭൂമി, അതിലൊക്കെ നിങ്ങൾക്ക് എങ്ങും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പിരിച്ച പണം എവിടെയെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഈ കാലത്തെ വലിയ പ്രശ്നമാണ്. അപ്പുറത്ത് വികസനവും ക്ഷേമവും നടപ്പാക്കി സർക്കാർ എണ്ണിപ്പറഞ്ഞു നിൽക്കുന്നു. ഇത് നിങ്ങളുടെ മുമ്പിൽ പ്രതിപക്ഷത്തിരുന്നിട്ടും വരുന്ന വലിയ തിരിച്ചടിയല്ലേ?
എന്നെ സംബന്ധിച്ച് ചേച്ചി ചോദിച്ച ആദ്യത്തെ ചോദിച്ചതിന് മറുപടി എനിക്ക് പറഞ്ഞു പോകണം. നിങ്ങളുടെ പ്രവർത്തകരെ കേൾക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞങ്ങൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി വാർഡ് തലത്തിൽ പാർട്ടി ഭാരവാഹികൾ തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും BJP ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പാർട്ടി കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി നമ്മൾ പ്രഖ്യാപിച്ചു. ആരെ? ശബരിനാഥ് ഉൾപ്പെടെയുള്ള ആളുകളെ. ഞാൻ മറുപടി പറയും. അത് ചേച്ചി പറഞ്ഞ ജനാധിപത്യം ഉണ്ട് എന്ന് പറഞ്ഞ് അതിനൊരു മറുപടി പറയാം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഞാൻ ഒരു കാര്യം പറയുന്നു. A to Z ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പോലും ഒരു FIR എടുക്കുന്നതിന് മുമ്പ് നടപടിയെടുത്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ പറയട്ടെ ചേച്ചി അത് കംപ്ലീറ്റ് എന്റെ മറുപടി കേൾക്ക്. ഞങ്ങളുടെ നേതാവ് ഗോകുലെ ഞാൻ പറയാൻ നിങ്ങളുടെ MLA ജനങ്ങളെ പറ്റിക്കല്ലേ? ഇന്ന് MLA ആയി ഒളി സങ്കേതങ്ങൾ ഒരുക്കിയിട്ട് രാഹുലിന് സംരക്ഷണം ഒരുക്കിയിട്ട് ഈ നാട്ടിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾ ഈ വർത്തമാനം പറയല്ലേ? MLA സ്ഥാനത്താണ് കോൺഗ്രസിന്റെ അന്തഃപുര കഥകൾ പുറത്തു വരും. രാഹുലിനെ തൊട്ടാൽ കോൺഗ്രസിന്റെ അന്തഃപുര കഥകൾ രാഹുലും പുറത്തു പറയും. ഞങ്ങൾക്ക് ഒരു അന്തഃപുര കഥകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. ഞാൻ പറയട്ടെ, അങ്ങനെ അന്തഃപുര കഥകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. അവനെ ചേർത്ത് പിടിച്ചിട്ട് അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഈ ചോദ്യം ചോദിച്ചാൽ എന്നോട് മറുപടി കേൾക്കാനുള്ള അസോസിയേഷൻ അല്ലല്ല, രാഹുലിനെ കോൺഗ്രസ് ചേർത്തെടുത്താണ് ഞങ്ങൾ തീരുമാനിച്ചോളാം. കുഴപ്പമില്ല, അവിടെ ഇരുന്നു. എന്റെ മറുപടി കഴിഞ്ഞ പറഞ്ഞാൽ മതി. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും തരത്തിൽ കുറ്റവാളിയായിട്ടുണ്ട്, കുറ്റക്കാരനാണോ ഉണ്ട് എന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അന്ന് ഇയാൾ അയാൾ പാർട്ടിയുടെ പുറത്ത് നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, രാഹുൽ ഈശ്വർ ജയിലിൽ പോയി. സന്ദീപ് വാര്യരുടെ ജാമ്യ ഹർജി കോടതിയിൽ. നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ ഭരിക്കുന്നത്? എന്താ പ്രശ്നം? കോടതിയുടെ കാര്യം ഞാൻ പറയുന്നത് നിയമ ബിരുദധാരിയല്ലേ? കോടതിയെ കുറിച്ചല്ലേ കേസ് നടക്കട്ടെ, കേസിന് വഴിക്ക് പോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നേതൃത്വത്തിന് ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. ഓക്കെ, ഇതാ ചോദ്യം. എൻ്റെ ചോദ്യം CPMന്റെ പ്രതിനിധിയോടാണ്. ഈ ചർച്ച തുടങ്ങിയപ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞു. ജയേഷ്ഠൻ മാസ്റ്ററെ കൊലപ്പെടുത്തിയത് എന്തോ അനധികൃതമായ സംഘടനാ പ്രവർത്തനം നടത്തിയതുകൊണ്ടാണെന്ന്. 2, അഴിമതി. നിങ്ങളുടെ ഭരണം നിൽക്കുന്ന ഈ നഗരസഭയിൽ നിങ്ങളുടെ കൗൺസിലർ ഒരു 8 വർഷം മുമ്പ് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് അവിടുത്തെ ഡ്രെയിനേജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഒരു പ്രോജക്റ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വീടുകളിൽ നിന്ന് 3000 രൂപ കൈക്കൂലി കൊടുക്കാത്തതിന്റെ പേരിൽ ഇന്നും ആ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഡ്രെയിനേജ് കണക്ഷൻ കൊടുത്തിട്ടില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് ഒരു BJP പ്രവർത്തനം എന്നല്ലേ ഇപ്പൊ നമ്മളൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ ഇവിടെ ഈ കൗൺസിലറുടെ മരണം, അതുപോലെ ആനന്ദ് തമ്പിയുടെ ആത്മഹത്യ, അല്ലെങ്കിൽ ഒരു വനിതാ നേതാവിന്റെ ആത്മഹത്യാ ശ്രമം, ഇതൊക്കെ BJPക്ക് ഈ കോർപ്പറേഷനിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് എതിരായ ഘടകങ്ങളാണോ? ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എന്ത് പറയും? ഈ വിഷയങ്ങളിൽ വ്യാജ വാർത്ത കൊടുക്കുന്ന നിങ്ങളാണ്. പിന്നെ മരിച്ചില്ലേ? ഇപ്പൊ മരിച്ചു ഇല്ലെന്ന് പറഞ്ഞില്ല. പാർവതി പുത്തനാറിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പൊ എടുത്തു കൊടുക്കാൻ തയ്യാറാണോ? കുടിക്കാൻ തയ്യാറാണോ? ഈ തിരുമല അനിൽ എന്ന് പറയുന്ന ഏറ്റവും മാന്യനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. അല്ല, തിരുമല അനിൽ എന്ന് പറയുന്ന ഏറ്റവും മാന്യനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ നമ്മൾ തിരുവനന്തപുരത്ത് എത്രയോ കാലമായി കാണാൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ വിയോഗം ഞാൻ അദ്ദേഹത്തിന്റെ മരണത്തിന് അദ്ദേഹത്തെ ഡെഡ് ബോഡി കാണാൻ പോയ ആളാ. സുഹൃത്തെ, അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് ആളുകളുടെ അദ്ദേഹത്തെ അമാന്യനായി നമ്മളും കാണാൻ പാടില്ല. അദ്ദേഹം വളരെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തകർ. അദ്ദേഹത്തിന്റെ മരണം പറഞ്ഞൂടെ, അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാക്കിയത് എന്താ? സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ ഒരു സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അല്ല, ഞാൻ പറഞ്ഞു MS കുമാർ അതേ വിഷയം തന്നെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞോട്ടെ, ഈ പറയുന്നത് ഒരു സഹകരണ ബാങ്ക് പോലും നേരെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത ആളുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ച് നാളെ മലമറിക്കും എന്ന് പറയുന്നത്. വികസനത്തിന്റെ കാര്യം ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് കയറി നോക്കിയ കഴക്കൂട്ടത്തെ ഓരോ വാർഡുകളിലെയും റോഡിന്റെ അവസ്ഥ മനസ്സിലാവും. ജയസകലിന്റെ ഫേസ്ബുക്ക് പേജ് കയറി മാത്രം മതി. പറഞ്ഞത് KT ജയകൃഷ്ണൻ മാഷ് അതിക്രമത്തിലൂടെയോ തെറ്റായ രാഷ്ട്രീയത്തിലൂടെ മരണപ്പെട്ടത്, അങ്ങയുടെ സഖാക്കന്മാർ മരണപ്പെട്ടത് തെറ്റായ രാഷ്ട്രീയം കൊണ്ടാണ്. ഇവിടെ പറഞ്ഞത് KT ജയകൃഷ്ണൻ അവിടെ എന്തോ ബിരിയാണി വെപ്പ് ജോലി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ അല്ലാതിരുന്നു. നിങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല, നമ്മളും കൊല്ലപ്പെടാൻ പാടില്ല. KT ജയകൃഷ്ണന്റെ കൊലപാതകത്തിന് ശേഷം അവിടെ കൊലപാതകം ഇല്ലല്ലോ. KT ജയകൃഷ്ണന്റെ കൊലപാതകത്തിന് ശേഷം അവിടെ ഇപ്പൊ കൊലപാതകം ഇല്ലല്ലോ.
അപ്പൊ എവിടെയാണ് കൊലപാതകത്തിന്റെ അടിയാധാരം എവിടെയാണെന്ന് അറിയാലോ? എവിടെയാണെന്ന് അറിയാലോ? എവിടെയാണെന്ന് അറിയാലോ? അതെ ഞാൻ കെ വി സുധീഷ് എന്ന ഒരു വിദ്യാർത്ഥി, ഞാൻ പറയട്ടെ, കെ വി സുധീഷ് എന്നൊരു വിദ്യാർത്ഥി നേതാവ് അവിടെ ഉണ്ടായിരുന്നു. അതെ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അദ്ദേഹവും മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനായിരുന്നു. മരണത്തിന് ശേഷമാണ് എനിക്ക് BJP പ്രതിനിധിയോട് ചോദിക്കാനുള്ളതാണ്. അതായത് ഇവിടെ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? എത്ര പേർക്ക് എത്ര രൂപ വെച്ച് നിങ്ങളുടെ കൊടുക്കുന്നുണ്ട്? അത് വെറും 200 രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വെറും 200 രൂപ. അതുപോലെ തന്നെ മുൻപ് സീനിയർ സിറ്റിസൺ മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേയിൽ യാത്രാ ഇളവുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് 58 വയസ്സ് കഴിഞ്ഞവർക്ക് 50%, 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് 40% ഇളവ് അനുവദിച്ചിരുന്നു. ഇത് കോവിഡിൻ്റെ മറവിൽ അതെല്ലാം കട്ട് ചെയ്തുകൊണ്ടുപോയി. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസിന് സബ്സിഡി ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കാണാനില്ല. അതുപോലെ തന്നെ പറഞ്ഞിരുന്നു ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എങ്ങനെ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മുണ്ടക്കൈ ചൂരൽമല അല്ല ഞങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അല്ല ഞാൻ അദ്ദേഹം ഞാൻ നിങ്ങൾ കേൾക്കും, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നു, അവിടെ വന്ന് കുഞ്ഞിനെയൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാണിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കോടതി പറഞ്ഞിട്ട് പോലും 10 പൈസ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. വെടിക്കെട്ട് അപകടം ഇതുപോലെ തന്നെ ഇവിടെ വന്ന് കണ്ണീരൊഴുകിയിട്ട് പോയി. ഈ ഫെഡറൽ സംവിധാനത്തിന്റെ കാര്യം പറഞ്ഞു, കണ്ടില്ല, യമുനയിലെ നദിയിൽ കുളിക്കുമെന്ന് പറഞ്ഞിട്ട് കുടിവെള്ളം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു തടാകം ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ വ്യാജ പരിപാടികളാണ് എല്ലാം ചെയ്യുന്നത്. അല്ല, ഹെലികോപ്റ്ററിന്റെ വാടക വാങ്ങിച്ചിട്ടുണ്ടോ? വാടക വാങ്ങിച്ചിട്ടുണ്ടോ? ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുണ്ടക്കൈ ചൂരൽമലയിൽ വന്ന ഹെലികോപ്റ്ററിന്റെ വാടക വാങ്ങിച്ചിട്ടുണ്ടോ? അവർക്ക് കൊടുത്ത റേഷനറി ആ പണം കുടിശ്ശിക സഹിതം കേന്ദ്ര ഗവൺമെന്റ് വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ്? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊരു ദുരന്തമുഖത്ത് പോകുമ്പോ, ഒരു മരണ വീട്ടിൽ പോകുമ്പോ അതിനും കൂടിയുള്ള അലവൻസ് ടിയും കൂടി എഴുതിയെടുക്കാറില്ലേ? ഇല്ലേ ഇല്ലേ ഇല്ലേ? അതൊരു സർക്കാർ രീതിയാണ്, അതൊരു സർക്കാർ സംവിധാനം. തെളിയിക്കാമെങ്കിൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. ഹെലികോപ്റ്റർ വാടക ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിന് കിട്ടേണ്ട ഈ സഹായങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഈ ന്യായം പറഞ്ഞാലൊന്നും പറ്റില്ല. കേരളത്തിന് കിട്ടേണ്ട സഹായം തന്നില്ല, ഹൈക്കോടതി പറഞ്ഞിട്ടും. എന്റെ ചോദ്യം ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഞാൻ 2019 പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് ജോലി കിട്ടിയില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോഴും VS അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴും കേരളത്തിൽ നടന്ന നിയമനമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടക്കുന്ന മനസ്സിലാക്കണം. രണ്ടാമത്തെ ചോദ്യം, കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ 2500 രൂപ ഉയർത്തുമെന്ന് പറഞ്ഞു. ഇതുവരെ ഏറ്റവും ഉയർത്തിയിട്ടുണ്ടോ? 6 മാസം കൂടെ ഉണ്ട്. റബ്ബറിന്റെ വില ഘട്ടം ഘട്ടമായി 250 രൂപ ഉയർത്തുമെന്ന് പറഞ്ഞു. ഇതുവരെ ഏറ്റവും റബ്ബറിന്റെ വില 250 രൂപ ഉയർത്തോ? കേരളത്തിലെ മലയോര മേഖലയിലെ കർഷകരെ 2500 ആക്കിയാൽ കോൺഗ്രസ് രാഷ്ട്രീയം വിടുവോ? അല്ലല്ല, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷേമ പെൻഷനൊക്കെ ഒരു അല്ല, 2500 ആക്കിയാൽ കോൺഗ്രസ് രാഷ്ട്രീയം വിടുവോ? പാർട്ടിയുടെ സ്ഥിര ശൈലിയാണ്. 2500 വിട്ടാൽ കോൺഗ്രസ് രാഷ്ട്രീയം വിടുവോ? ചോദ്യം ഒന്നാം തരം. രണ്ടാം തരം അപ്പൊ ഇതിൽ ഞാനിപ്പോ ഒരു BJP പ്രവർത്തകയാണ്. അപ്പോൾ എനിക്ക് CPM-നോട് പോകണമെന്നുള്ള ആഗ്രഹം ഏറ്റവും കൂടുതൽ. അവരുടെ നമ്പർ 1 ഞാൻ എക്സാം എഴുതാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, PSC ടെസ്റ്റ് എഴുതാതെ ജോലി കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ പോകാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. ഒരു ചോദ്യം ഈ മോഡി ബിരുദം എടുത്ത കോളേജ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? BJP-യുടെ പ്രവർത്തകർ ചോദിക്കട്ടെ, മോഡി ബിരുദം എടുത്ത കോളേജ് പ്ലീസ്. 3-4 വാർഡിന്റെ അധപതനം ഇവിടെ പറഞ്ഞു. 3-4 വാർഡിന്റെ അധപതനം ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് വാർഡ് നിങ്ങൾ വന്ന് നോക്കണം. ഈ 5 വർഷം 3 പേരിലേക്കും 3 പേരിലേക്കും അവസാനമായി വരുന്നു 3 മുന്നണികളുടെയും കോർപ്പറേഷനെ സംബന്ധിച്ച നിങ്ങളുടെ ഈ ചർച്ചയെ കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ആത്മവിശ്വാസം എത്രമാത്രം? സുരേഷ്.
സുരേഷ് അത് കഴിഞ്ഞ് ഗോകുൽ. പൂജപ്പുരയിലെ വിളക്ക് കത്താത്തതിനെ കുറിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട്. പൂജപ്പുരയിലെ വിളക്ക് കത്താത്തതിനെ കുറിച്ച് കൗൺസിലർ ഇവിടെ ഇല്ല. അതിന് മറുപടി പറയണം. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുമല പ്ലാവുള്ള റോഡൊന്നും നിങ്ങൾ 3 പേരിലേക്കും നിങ്ങളുടെ അവസരമാണ്. കൺക്ലൂഡ് ചെയ്ത് പറയാം. എന്തെങ്കിലും ഒരു വെല്ലുവിളി വയനാട് എതിരാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു വാക്കുകൊണ്ട് പോലും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഖണ്ഡിക്കാൻ എൻ്റെ 2 സുഹൃത്തുക്കൾക്കും കഴിഞ്ഞിട്ടില്ല. BJP പ്രതിനിധിക്കും കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസ് പ്രതിനിധിക്കും കഴിഞ്ഞിട്ടില്ല. അവരിങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങളെടുത്തിട്ടുള്ള നയം നിങ്ങൾ അതേപടി തുടർന്നോളൂ. പക്ഷേ വയനാട്, മുണ്ടക്കൈ, ചൂരൽമല പാവപ്പെട്ട ജനങ്ങൾക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ അടിയന്തരമായി പൂർത്തീകരിച്ചു. രണ്ടാമത്തെ കാര്യം തിരുമല അനിൽ, ആനന്ദ് കെ തമ്പി 2 ആളുകൾ സ്വന്തം ശരീരം BJPയുടെ പ്രവർത്തകരെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ജീവൻ വെടിഞ്ഞത്. ആ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയെ ഉൾപാർട്ടിയിലെങ്കിലും തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം. ഇവിടെ 2020 നിന്ന് 25ലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സീറ്റുകൾ കുറയുമോ കൂടുമോ? തീർച്ചയായും 75 ഞാനിതാ പറയുന്നു, വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ 75 സീറ്റുകൾ നേടി ഇടതുപക്ഷ പ്രൊജക്ഷൻ അല്ല, പ്രൊജക്ഷൻ 75 സീറ്റാണ്. എന്റെ പൊന്നു ചേട്ടാ, സ്വപ്നം കാണുന്നതിന് അതിരുണ്ടോ? അവർക്ക് സ്വപ്നം കണ്ടോട്ടെ, പക്ഷേ യാഥാർത്ഥ്യം അത് BJP മേയർ. നിങ്ങൾക്ക് എത്ര സീറ്റ്? BJP മേയർ. നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടി? ഭരണം കിട്ടിയാലല്ലേ മേയർ. എത്ര സീറ്റ് വേണം? അത് പറ, നിങ്ങൾ പറ. സുരേഷ് കിട്ടണമെങ്കിൽ എത്ര സീറ്റ് വേണം? അത് നിങ്ങൾ പറ. 52 സീറ്റ് വേണ്ടേ? അത്രേ കിട്ടൂ. അത്രേ കിട്ടുമോ? വേണോ? കഴിഞ്ഞ തവണ കിട്ടിയില്ല. 2020 കിട്ടിയില്ല. ഇതിലും അധികാരത്തിൽ വരും, ഭരണസമിതി വരും. ഇവിടെ കഴിഞ്ഞ 5 വർഷം ഈ CPM-ന്റെ കൊള്ള സംഘത്തിന് ഈ നാടിനെ കട്ടുമുടിക്കാൻ അനുവദിക്കാതെ കാവൽ നിന്ന ഞങ്ങളുടെ BJP, ഞങ്ങളുടെ അധികാരത്തിൽ വരും. ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതാണ് BJP ആഗ്രഹിക്കുന്നത്. ഇവിടെ അകത്തായി പുറത്തടിയും അകത്തടിക്കും ഒക്കെ നമ്മൾ കാണുന്ന. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കേവല ഭൂരിപക്ഷത്തോടുകൂടി ശബരിനാഥൻ മേയറായി ഞങ്ങൾ കണ്ടിരിക്കും. ഒരു സംശയം വേണ്ട. അഖിലിന്റെ സ്വപ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ശബരിനാഥനെ തോൽപ്പിക്കരുത്. ആ പാവത്തിനെ തോൽപ്പിക്കരുത്. ദേവിയത് ഒരു എളിയ റിക്വസ്റ്റ് ആണ്. ആ പാവത്തിനെ തോൽപ്പിക്കരുത്. പേര് പറയുന്നത് ശബരിനാഥനെ തോൽപ്പിക്കാൻ ഡീലുണ്ടെങ്കിൽ പറയണോ സുരേഷ്? പൂജപ്പുരയുടെ ഈ രാഷ്ട്രീയ ചർച്ച, വികസന ചർച്ച നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. പൂജപ്പുരയുടെ വികസന രാഷ്ട്രീയ ചർച്ചകൾ ഈ മട്ടിൽ ആവേശകരമായി മുന്നോട്ട് പോകുന്നു. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന അതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആവേശം. പ്രചാരണം തീരുന്ന അവസാന ഘട്ടത്തിൽ നിന്നുമാണ് പൂജപ്പുരയിൽ നിന്ന് ഈ കോർപ്പറേഷന്റെ പടക്കളം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചത്. താങ്ക്